മലബാറിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു റസിയുടെ ജനനം. പച്ചപ്പ് നിറഞ്ഞ പാടവരമ്പുകളും കരിമ്പനകളും നിറഞ്ഞ ആ നാട്ടിൽ ഉമ്മയുടെ വാത്സല്യം നുകർന്ന് അവൾ വളർന്നത് വെറും 7 വയസ്സുവരെ മാത്രമായിരുന്നു. റസിയാക്ക് 7-ാം വയസ്സുള്ളപ്പോഴാണ് മാരകമായ രോഗബാധയെ തുടർന്ന് ഉമ്മ ആമിന ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഉമ്മയുടെ മരണം റസിയയുടെ കുഞ്ഞു മനസ്സിനെ തകർത്തു കളഞ്ഞു. പെറ്റമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ ലോകം പെട്ടെന്ന് ഇരുളടഞ്ഞതായി മാറി. മകളുടെ സങ്കടം കാണാനും വീട്ടുപണികൾ നോക്കാനും ഒരാൾ വേണമെന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി 1 വർഷത്തിനുള്ളിൽ തന്നെ ബാപ്പ മൊയ്തീൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ഖദീജ എന്നായിരുന്നു അവരുടെ പേര്. ഖദീജയുടെ വരവോടെ റസിയയുടെ ജീവിതം മറ്റൊന്നായി മാറാൻ അധികം നാൾ വേണ്ടി വന്നില്ല. തുടക്കത്തിൽ സ്നേഹം നടിച്ച ഖദീജ സ്വന്തമായി ഒരു കുഞ്ഞ് ജനിച്ചതോടെ റസിയാനോടുള്ള യഥാർത്ഥ മുഖം പുറത്തെടുത്തു. റസിയക്ക് അന്ന് 9 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. നേരം പുലരും മുൻപ് എഴുന്നേറ്റ് വീടും പരിസരവും അടിച്ചു വാരുക എന്നത് റസിയയുടെ ദിനചര്യയായി മാറി. അവളുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ പുസ്തക സഞ്ചിയുമേന്തി സ്കൂളിലേക്ക് ചിരിച്ചു കൊണ്ട് ഓടുമ്പോൾ റസിയ അടുക്കളയിൽ കരി പിടിച്ച പാത്രങ്ങൾ കഴുകുകയായിരിക്കും. "ഡി റസിയ, നിനക്ക് ഇപ്പോഴും ഉറക്കം കഴിഞ്ഞില്ല അല്ലേ? അവിടെ കിടന്ന് മടി കാണിക്കുന്നത്. ഉറക്കം മതിയാക്കി ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒരുപാട് തുണികൾ അലക്കാനുണ്ട്. ആട്ടുംകുട്ടികൾക്കാണെങ്കിൽ പുല്ല് പറിച്ചു കൊടുക്കാനുണ്ട്. വലിയൊരു രാജകുമാരി വന്നിരിക്കുന്നു." അടുക്കളയിൽ നിന്നും ഖദീജയുടെ ഈ കർശനമായ ശബ്ദം എന്നും ഉയരുമായിരുന്നു. ഉപ്പ മൊയ്തീൻ ഒരു പാവ മനുഷ്യനാ. കവലയിലെ ചെറിയൊരു ചായക്കടയിലായിരുന്നു അയാളുടെ ജോലി. അവിടെ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹം കുടുംബം പുലർത്തിയിരുന്നത്. ഖദീജയുടെ ദേഷ്യത്തിനും വഴക്കിനും മുന്നിൽ അദ്ദേഹം എപ്പോഴും നിശബ്ദനായി നിന്നു. മകളെ അവൾ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ സങ്കടം തോന്നുമെങ്കിലും ഖദീജയോട് എതിർത്തു സംസാരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. സ്കൂളിൽ പോകാൻ റസിയക്ക് വലിയ ആഗ്രഹമായിരുന്നു. പഠിക്കാൻ മിടുക്കിയാണ് അവൾ. എന്നാൽ 7-ാം ക്ലാസ് കഴിഞ്ഞതോടെ റസിയയുടെ പഠനം നിർത്താൻ ഖദീജ തീരുമാനിച്ചു. പെൺകുട്ടികൾ ഒത്തിരി പഠിച്ചിട്ട് എന്തിനാ? അവസാനം അടുക്കള ഭരിക്കാൻ. ഇതൊന്നും ആവശ്യമില്ല. അവളുടെ പഠിപ്പ് നിർത്തിയിട്ട് തൽക്കാലം ഓള് വീട്ടിലെ പണികളൊക്കെ ചെയ്യട്ടെ. നിക്ക് വയ്യ എല്ലാ കാര്യങ്ങളും തന്നെ നോക്കാം. ഖദീജ ഇടയ്ക്കിടെ മൊയ്തീനോട് കർശനമായി ഇങ്ങനെ പറയുമായിരുന്നു. ബാപ്പ പലവട്ടം കെഞ്ചിയെങ്കിലും ഖദീജ വഴങ്ങില്ല. അങ്ങനെ റസിയയുടെ വലിയ സ്വപ്നങ്ങളെല്ലാം ആ ചെറിയ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയി. പകൽ മുഴുവൻ കഠിനമായ പണിയെടുത്താലും റസിയക്ക് പലപ്പോഴും പകുതി വയർ ആഹാരം മാത്രമാണ് ലഭിച്ചിരുന്നത്. ഖദീജയുടെ സ്വന്തം മക്കൾക്ക് നല്ല വസ്ത്രങ്ങളും ആഹാരവും നൽകുമ്പോൾ റസിയക്ക് മാത്രം കീറിയതും പഴകിയതുമായ വസ്ത്രങ്ങളായിരുന്നു വിധി. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും ഖദീജ അവളെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. അടുപ്പിൽ കിടക്കുന്ന ചട്ടുക കമ്പെടുത്ത് റസിയയുടെ കയ്യിലും കാലിലും പൊള്ളിക്കുന്നത് ആ വീട്ടിൽ ഒരു പതിവ് കാഴ്ചയായിരുന്നു. കരയാൻ പോലും റസിയാക്ക് അനുവാദമില്ല. ഉറക്കെ കരഞ്ഞാൽ മർദ്ദനത്തിൻ്റെ ആക്കം കൂടും. രാത്രികളിൽ അടുക്കള തിണ്ണയിലെ തണുത്ത തറയിൽ കിടന്ന് റസിയ വിങ്ങി വിങ്ങി കരഞ്ഞു. "ഉമ്മാ, എന്നെ കൂടി നിങ്ങൾ അടുത്തേക്ക് അങ്ങോട്ട് വിളിച്ചൂടായിരുന്നോ? എനിക്കിവിടെ ജീവിക്കാൻ വയ്യ ഉമ്മ" എന്ന് അവൾ ഇരുട്ടിൽ നോക്കി മന്ത്രിക്കും. വർഷങ്ങൾ കടന്നുപോയി. റസിയക്ക് 18 വയസ്സ് തികഞ്ഞതോടെ അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഒഴിവാക്കണമെന്ന ചിന്തയായി ഖദീജക്ക്. അവൾക്ക് നല്ലൊരു ആലോചന വന്നാൽ പോലും ഖദീജ അത് മുടക്കുമായിരുന്നു. കാരണം വൻതുക സ്ത്രീധനം നൽകാൻ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. ഒടുവിൽ അയൽക്കാരനായ പ്രായത്തിൽ ഒരൽപ്പം മുതിർന്ന എന്നാൽ കൂലിപ്പണിക്കാരനുമായ റഫീഖ് എന്ന യുവാവിൻ്റെ ആലോചന വന്നു. പണമോ ആഭരണങ്ങളോ ഒന്നും ചോദിക്കാതെ പെൺകുട്ടിയെ സ്വഭാവ ഗുണം കൊണ്ട് മാത്രം കല്യാണം കഴിക്കാൻ അയാൾ തയ്യാറായി. ആ ആലോചന വന്നപ്പോൾ ഖദീജ, "ദേ മനുഷ്യ, ഇതിലും നല്ലൊരു ആലോചനയായി ഇനി ഈ ജന്മത്ത് കിട്ടാൻ പോകണില്ല. കൂടുതൽ നോക്കി നിന്നാൽ ഇവളിവിടെ വയസ്സിറച്ചിരിക്കൂട്ടാ." ഖദീജ മൊയ്തീനെ ഇങ്ങനെ പറഞ്ഞു നിർബന്ധിച്ചു. പാപ്പാക്കും ആ ആലോചന ഇഷ്ടായി. അങ്ങനെ ഒട്ടും ആർഭാടങ്ങളില്ലാതെ ലളിതമായ ചടങ്ങുകളോടെ റസിയയുടെയും റഫീഖിൻ്റെയും വിവാഹം നടന്നു. വിവാഹ ദിവസം പന്തലിൽ നിന്ന് ഇറങ്ങുമ്പോൾ റസിയയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ അത് സങ്കടം കൊണ്ടായിരുന്നില്ല. നരക തുല്യമായ ആ വീട്ടിൽ നിന്നും രണ്ടാനമ്മയുടെ ക്രൂരതകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൻ്റെ കണ്ണീരായിരുന്നു അത്. റഫീഖിൻ്റെ കൈപിടിച്ച് അദ്ദേഹത്തിൻ്റെ ചെറിയ വീട്ടിലേക്ക് കയറുമ്പോൾ റസിയയുടെ മനസ്സിൽ ഭയമായിരുന്നു. എന്നാൽ റഫീഖ് വളരെ നല്ല മനുഷ്യനായിരുന്നു. രണ്ടാനമ്മയിൽ നിന്നും റസിയ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം അറിഞ്ഞപ്പോൾ അയാൾക്ക് അവളോട് അളവറ്റ സ്നേഹവും അനുകമ്പയും തോന്നി. "റസിയ,
നീ ഇനി ഒന്നിനെക്കുറിച്ചും ഓർത്ത് സങ്കടപ്പെടണ്ടാട്ടോ. കൊട്ടാരമൊന്നുമില്ല എങ്കിലും നിന്നെ ഞാൻ ഒരു കുറവും വരുത്താതെ നോക്കും. ആദ്യ രാത്രിയിൽ തന്നെ റഫീഖ് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ മന്ത്രിച്ചു. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ടു പോയി. വർഷങ്ങൾ കടന്നുപോയി. അവർക്ക് 2 മാലാഖ കുട്ടികൾ ജനിച്ചു. 2 പെൺകുട്ടികൾ. മൂത്തവൾക്ക് ഫാത്തിമ എന്നും ഇളയവൾക്ക് ആയിഷ എന്നും അവർ പേരിട്ടു. ആ കുഞ്ഞുങ്ങളുടെ ചിരി ആ വീടിനെ സ്വർഗമാക്കി മാറ്റി. റഫീഖ് രാപ്പകൽ അധ്വാനിച്ച് മക്കളെ നല്ല നിലയിൽ വളർത്താൻ ശ്രമിച്ചു. എന്നാൽ വിധി അവരെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന റഫീഖിനെ എതിർദിശയിൽ നിന്ന് അമിത വേഗത്തിൽ വന്ന ഒരു ലോറി ഇടിച്ചു തെറിപ്പിച്ചു. ആശുപത്രിയിൽ എത്തും മുൻപേ റഫീഖ് മരണപ്പെട്ടിരുന്നു. ആ വാർത്തയറിഞ്ഞ് റസിയ തകർന്നു പോയി. അവളുടെ ലോകം വീണ്ടും ഇരുളിലായി. തനിക്ക് തണലായി നിന്ന മനുഷ്യൻ പെട്ടെന്ന് ഇല്ലാതായത് അവൾക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മക്കളെ കെട്ടിപ്പിടിച്ച് അവൾ അലമുറയിട്ട് കരഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിൽ പട്ടിണി തലപ്പൊക്കി തുടങ്ങി. മക്കളുടെ മുഖം കണ്ടപ്പോൾ തളർന്നിരിക്കാൻ സമയമല്ല ഇത് എന്ന് റസിയ തിരിച്ചറിഞ്ഞു. അവൾ എങ്ങനെയെങ്കിലും ജീവിക്കണം, മക്കളെ വളർത്തണം. ഒരു ദിവസം അയൽപക്കത്തെ സുമതി ചേച്ചി അവളോട് പറഞ്ഞു, റസിയ, നീ ഇങ്ങനെ കരഞ്ഞിരുന്നാൽ വല്ല കാര്യവുമുണ്ടോ? നിനക്ക് +2 വരെ യോഗ്യതയുണ്ടല്ലോ. ടൗണിൽ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ വല്ല ജോലിയും ഒപ്പിക്കാം. സുമതി ചേച്ചിയുടെ വാക്ക് കേട്ട് റസിയ കമ്പ്യൂട്ടർ കോഴ്സിനും ടൈപ്പിങ്ങിനും ചേർന്നു. കഠിനമായി പരിശ്രമിച്ച് അവൾ കോഴ്സ് പൂർത്തിയാക്കി. ഭാഗ്യമെന്നോണം ടൗണിലെ ഒരു വലിയ ടൈപ്പിംഗ് സെന്ററിൽ അവൾക്ക് ജോലി ലഭിച്ചു. അവിടെ വെച്ച് ടൈപ്പിംഗ് സെന്റർ ഉടമസ്ഥൻ മേനോൻ അവളോട് പറഞ്ഞു, റസിയ, നിന്റെ അവസ്ഥ എനിക്കറിയാം. കൃത്യമായി ജോലി ചെയ്താൽ നല്ലൊരു ശമ്പളം തരാം. തൽക്കാലം ഈ 5000 രൂപ അഡ്വാൻസ് വെച്ചോളൂ. വളരെ നന്ദി സർ, ഞാൻ നന്നായി ജോലി ചെയ്തോളാം, അവൾ കണ്ണീരോടെ പറഞ്ഞു. ജോലി കിട്ടിയതോടെ അവളുടെ ജീവിതത്തിൽ പട്ടിണി മാറി. മക്കൾക്ക് ആവശ്യത്തിന് ആഹാരവും വസ്ത്രവും നൽകാൻ അവൾക്കായി. രാവിലെ 8 മണിക്ക് ജോലിക്ക് പോയി വൈകുന്നേരം മടങ്ങിയെത്തുമ്പോൾ മക്കളുടെ ചിരിക്കുന്ന മുഖം കാണുന്നത് അവളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിയിരുന്നു. റസിയ ജോലി ചെയ്തിരുന്ന ടൈപ്പിംഗ് സെന്ററിന് തൊട്ടടുത്തായി വലിയൊരു തുണിക്കട ഉണ്ടായിരുന്നു. അവിടെ സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു സൽമാൻ. 28 വയസ്സ് മാത്രം പ്രായമുള്ള അയാൾ സുന്ദരനും സുമുഖനുമായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു യുവാവ്. പകൽ സമയങ്ങളിൽ ചായ കുടിക്കാനും മറ്റും പുറത്തിറങ്ങുമ്പോൾ സൽമാൻ റസിയാനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവർ തമ്മിൽ പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം പെയ്ത കനത്ത മഴയിലാണ് അവർ ആദ്യമായി സംസാരിക്കുന്നത്. ടൈപ്പിംഗ് സെന്ററിന്റെ വരാന്തയിൽ മഴ തോരാൻ കാത്തു നിൽക്കുകയായിരുന്നു റസിയ. എന്താ റസിയ, മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ, കുട കൊണ്ടുവന്നില്ലേ? സൽമാൻ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല സൽമാൻ, രാവിലെ വരുമ്പോൾ വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുട എടുക്കാൻ മറന്നുപോയി, റസിയ മറുപടിയും നൽകി. അന്ന് തുടങ്ങിയ പരിചയം പിന്നീട് വലിയൊരു സൗഹൃദമായി മാറി. ദിവസവും അവർ കാണാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും തുടങ്ങി. സൽമാൻ വളരെ സ്നേഹത്തോടെയും ആദരവോടെയുമാണ് റസിയാനോട് സംസാരിച്ചിരുന്നത്. ആരോടും പറയാത്ത തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും 2ാം അമ്മയുടെ ക്രൂരതകളും ഭർത്താവിൻ്റെ അപ്രതീക്ഷിത മരണവുമെല്ലാം റസിയ സൽമാനോട് തുറന്നു പറഞ്ഞു. അവളുടെ കഥകൾ കേൾക്കുമ്പോൾ സൽമാന്റെ കണ്ണുകൾ നിറയുമായിരുന്നു. ഒരു ദിവസം സൽമാൻ അവളോട്, റസിയ, നീ ഒരുപാട് അനുഭവിച്ചു അല്ലേ? നിന്നെപ്പോലെ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല കേട്ടോ. നിന്റെ മക്കളെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ നോക്കാൻ തയ്യാറാണ്. നിനക്ക് എൻ്റെ കൂടെ പോരാമോ? ഒരു ദിവസം സൽമാൻ തൻ്റെ മനസ്സിലിരിപ്പ് അവളോട് തുറന്നു പറഞ്ഞു. ആ വാക്കുകൾ റസിയാൻ്റെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം നൽകി. തനിക്കും മക്കൾക്കും സംരക്ഷണം നൽകാൻ ഒരാൾ വരുന്നു എന്ന ചിന്ത അവളെ സന്തോഷിപ്പിച്ചു. സൽമാന്റെ നിരന്തരമായ സ്നേഹപ്രകടനങ്ങളും കരുതലുകളും അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ആ സൗഹൃദം പതുക്കെ പതുക്കെ തീവ്രമായ പ്രണയമാക്കി മാറ്റി. തനിക്ക് നഷ്ടപ്പെട്ട ജീവിതം സൽമാനിലൂടെ തിരികെ ലഭിക്കുമെന്ന് പാവം റസിയ ഉറച്ചു വിശ്വസിച്ചു. ജീവിതത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ റസിയാക്ക് ഒരു തുണ വേണമെന്ന ചിന്ത അപ്പോൾ ശക്തമായിരുന്നു. 2 പെൺകുട്ടികളെ വളർത്താൻ ഒരു പുരുഷന്റെ തണൽ അനിവാര്യമാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. സൽമാൻ കാണിച്ച വ്യാജമായ സ്നേഹത്തിൽ അവൾ പൂർണ്ണമായും വീണുപോയി. അങ്ങനെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ അവർ വിവാഹിതരായി. എന്നാൽ സൽമാന്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന കള്ളത്തരങ്ങൾ തിരിച്ചറിയാൻ പാവം റസിയാക്ക് കഴിഞ്ഞതേയില്ല.
പുറമെ പാവത്താനായി അഭിനയിച്ച സൽമാൻ യഥാർത്ഥത്തിൽ സ്വാർത്ഥനും പണക്കൊതിയനുമായിരുന്നു. റസിയയുടെ സമ്പാദ്യവും അവൾക്ക് ഭർത്താവിൽ നിന്നും ലഭിച്ച ചെറിയ സമ്പത്തും മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അവൻ തൻ്റെ കപടമുഖം തുടർന്നു കൊണ്ടേയിരുന്നു. റസിയയോടും കുട്ടികളോടും അവൻ അമിതമായ സ്നേഹം പ്രകടിപ്പിച്ചു. തൻ്റെ ജീവിതം ഇനി സുരക്ഷിതമാണെന്ന് റസിയ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ സൽമാന്റെ ഉള്ളിൽ ഒരു വലിയ ചതിയുടെ പ്ലാൻ രൂപപ്പെടുകയായിരുന്നു. അവളുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യാൻ അവൻ അവസരം പാർത്തിരുന്നു. കുട്ടികളെ നോക്കുന്ന കാര്യത്തിലും അവൻ വലിയ താല്പര്യം കാണിച്ചു. റസിയ തൻ്റെ മുൻകാല ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം സൽമാന്റെ സ്നേഹത്തിൽ മറന്നു. പുതുജീവിതം നൽകിയ സന്തോഷത്തിൽ അവൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് അവൾക്ക് യാതൊരു സൂചനയുമില്ലായിരുന്നു. സൽമാൻ സാമ്പത്തികമായി ചില വലിയ ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് റസിയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അയാൾ മുൻകൂട്ടി നിശ്ചയിച്ചു. മനുഷ്യന്മാരുടെ വഞ്ചനപരമായ മുഖങ്ങൾ തിരിച്ചറിയാൻ റസിയക്ക് പ്രായോഗിക ജ്ഞാനം ഒട്ടും അറിവില്ലായിരുന്നു. അങ്ങനെ അവൾ സൽമാനെ തൻ്റെ ജീവന് തുല്യമായി സ്നേഹിച്ചു തുടങ്ങി. സൽമാന്റെ ഓരോ വാക്കും അവൾക്ക് വേദവാക്യമായിരുന്നു. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ അവൻ അവളുടെ സ്വാതന്ത്ര്യ ജീവിതത്തിന് മേൽ നിയന്ത്രണങ്ങൾ വെക്കാൻ തുടങ്ങി. സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞാണ് അവൻ ഇതെല്ലാം ചെയ്തത്. റസിയ അത് അവൻ്റെ കരുതലാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പെൺകുട്ടികളുടെ ഭാവി സൽമാന്റെ കൈകളിൽ ഭദ്രമാണെന്ന് അവൾ ആശ്വസിച്ചു. എന്നാൽ സൽമാന്റെ മനസ്സിൽ മറ്റൊരു ക്രൂരത അജണ്ടയായിരുന്നു. അവളുടെ സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ചായിരുന്നു അവൻ്റെ പ്രധാന ചിന്ത. എങ്ങനെയെങ്കിലും അവ കൈക്കലാക്കാൻ തക്കം പാർത്തിരുന്നു. സൽമാന്റെ തേൻ തുളുമ്പുന്ന വാക്കുകളിൽ വലിയൊരു കെണിയുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു. റസിയ അവനെ പൂർണ്ണമായി വിശ്വസിച്ച് ആ വിശ്വാസം വലിയൊരു ചതിയിലേക്കുള്ള വഴിയാണെന്ന് അവൾ ഓർത്തതേയില്ല. അവൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് അവൾ അധികം അന്വേഷിച്ചില്ല. സൽമാൻ പറഞ്ഞ കള്ളക്കഥകളെല്ലാം അവൾ സത്യമെന്ന് വിശ്വസിച്ചു. താൻ വീണ്ടും ഒരു വലിയ നരകത്തിലേക്കാണ് നടന്നു കയറുന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. സൽമാന്റെ യഥാർത്ഥ സ്വഭാവം വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുകയായിരുന്നു. തൻ്റെ മക്കളുടെ ജീവിതം തകർക്കാൻ പോകുന്നവനാണ് അവനെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിവാഹശേഷം അവളുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി അധിക നാൾ നീണ്ടില്ല. സൽമാന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടിക്കാൻ തുടങ്ങി. അവൻ പലപ്പോഴും ഫോണിൽ രഹസ്യമായി സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. എന്നാൽ റസിയ അതേക്കുറിച്ച് ചോദിക്കാൻ തുനിഞ്ഞില്ല. വിശ്വാസമാണ് ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് അവൾ കരുതി. പക്ഷേ സൽമാൻ ആ വിശ്വാസത്തെ മുതലെടുക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന മൃഗം പതുക്കെ ഉണർന്നു. പാവം റസിയ ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് കരുതി ജീവിച്ചു. സൽമാന്റെ ചതിയുടെ ആദ്യ പടിയായിരുന്നു അവരുടെ പുതിയ താമസ സ്ഥലം കണ്ടെത്തൽ. അതിനായി അവൻ ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി. ആദ്യം റസിയയെ അവളുടെ നാട്ടിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മാറ്റുക എന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ തൻ്റെ ക്രൂരതകൾ ആരും അറിയാതിരിക്കൂ എന്ന് അവൻ മനസ്സിലാക്കി. സൽമാൻ തൻ്റെ കെണി വളരെ കൃത്യമായി വിരിച്ചു കഴിഞ്ഞിരുന്നു. റസിയ യാതൊരു സംശയവുമില്ലാതെ ആ കെണിയിൽ ചെന്നു ചാടി. അവളുടെ മുൻകാല ജീവിതത്തിലെ ഏകാന്തതയാണ് അവനെ വിശ്വസിക്കാൻ അവളെ കൂടുതൽ പ്രേരിപ്പിച്ചത്. അതിൻ്റെ ആദ്യ പടിയായി സൽമാന്റെ നാട്ടിലേക്ക് താമസം മാറ്റുക എന്നതായിരുന്നു. റസിയ സന്തോഷത്തോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. തൻ്റെ ഭർത്താവിൻ്റെ ജന്മനാട് കാണാൻ അവൾക്ക് അതിയായ ആഗ്രഹമായിരുന്നു. എന്നാൽ അതൊരു വലിയ കെണിയാണെന്ന് അവൾ അറിഞ്ഞതേയില്ല. അങ്ങനെ റസിയയുടെ അറിവില്ലായ്മ അവൻ മുതലെടുത്തു. അവളുടെ നല്ല സ്വഭാവത്തെ അവൻ ബലഹീനതയായി കണ്ടു. റസിയയുടെ പക്കൽ എത്രമാത്രം സമ്പാദ്യം ഉണ്ട് എന്നവൻ അന്വേഷിച്ചു. ഒടുവിൽ അവളുടെ പക്കലുള്ള സമ്പാദ്യത്തെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അവൻ തന്ത്രപരമായി ചോദിച്ചറിഞ്ഞു. പാവം റസിയ യാതൊരു ഒളിച്ചുവെക്കലുമില്ലാതെ എല്ലാം അവനോട് തുറന്നു പറഞ്ഞു. ഇതാണ് അവൻ കാത്തിരുന്ന ആദ്യത്തെ അവസരം. സൽമാന്റെ ക്രൂരമായ ബുദ്ധിയിൽ പുതിയ പദ്ധതികൾ മെനയപ്പെട്ടു. റസിയ അപ്പോഴും പ്രണയത്തിൻ്റെ ലഹരിയിലായിരുന്നു. അവളുടെ വിഡ്ഢിത്തം സൽമാന് കാര്യങ്ങൾ എളുപ്പമാക്കി. അവൻ തൻ്റെ കപട സ്നേഹം വീണ്ടും ശക്തമായി പ്രകടിപ്പിച്ചു. എന്നാൽ റസിയ അവളുടെ സർവസ്വവും അവന് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. സൽമാന്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല.
അവളെയും മക്കളെയും തൻ്റെ ആവശ്യങ്ങൾക്കുള്ള കരുക്കളാക്കി മാറ്റി. റസിയയുടെ ജീവിതത്തിലെ കറുത്ത അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. സൽമാൻ അവളെ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ചപ്പോഴും അവിടെ തനിക്ക് വലിയൊരു ബിസിനസ് സാധ്യതകൾ ഉണ്ട് എന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. മക്കളുടെ നല്ല ഭാവിക്ക് അത് ഉപകരിക്കുമെന്നും അവൾ കരുതി. അങ്ങനെ അവൾ തൻ്റെ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് സൽമാന്റെ കൂടെ അവൻ്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവൻ്റെ കെണി കൂടുതൽ മുറുകുകയായിരുന്നു. അവൾ തൻ്റെ ബന്ധുക്കളോടും മറ്റു സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞു പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആവേശത്തിലായിരുന്നു. എന്നാൽ സൽമാന്റെ മനസ്സിൽ കള്ളത്തരങ്ങൾ മാത്രം ഒളിഞ്ഞിരുന്നു. അങ്ങനെ റസിയ തൻ്റെ മക്കളെയും കൂട്ടി സൽമാനോടൊപ്പം ആ പുതിയ യാത്ര തിരിച്ചു. വിവാഹത്തിന് ശേഷം സൽമാൻ റസിയയെയും മക്കളെയും കൂട്ടി അവൻ്റെ സ്വന്തം നാടായ പാലക്കാട്ടേക്ക് താമസം മാറ്റി. മലബാർ തീരത്തു നിന്നും പാലക്കാട്ടെ കരിമ്പനകളുടെ നാട്ടിലേക്കുള്ള മാറ്റം റസിയയുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു. അന്യ നാട്ടിലേക്ക് താമസം മാറിയതോടെ തനിക്ക് ജീവിതമാർഗമായിരുന്ന ടൈപ്പിംഗ് സെന്ററിലെ ജോലി റസിയക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. സ്വന്തമായി ഒരു വരുമാനമില്ലാതാകുന്നത് അവളെ ആശങ്കപ്പെടുത്തിയിരുന്നുവെങ്കിലും സൽമാൻ ഒപ്പമുള്ളത് അവൾക്ക് ധൈര്യം നൽകി. പാലക്കാട്ടെത്തി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ സൽമാൻ തൻ്റെ വലിയ പദ്ധതി റസിയയോട് അവതരിപ്പിച്ചു. റസിയ, ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല. നമുക്ക് ഇവിടെ സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങിയാലോ? എനിക്ക് ഈ ഫീൽഡ് നല്ല പരിചയമുള്ളതല്ലേ, നല്ല ലാഭവും കിട്ടും, നമ്മുടെ കുട്ടികളുടെ ഭാവിയും സുരക്ഷിതാവും. സൽമാൻ വളരെ താല്പര്യത്തോടെ റസിയോട് പറഞ്ഞു. അത് നല്ല കാര്യമാ സൽമാൻക്ക, പക്ഷേ അതിന് ഒരുപാട് പണം വേണ്ടി വരില്ലേ? നമ്മുടെ കയ്യിൽ അതിനു മാത്രം പണമൊന്നുമില്ലല്ലോ, അവൾ ആശങ്കയോടെ പറഞ്ഞു. തുകയൊന്നും വേണ്ട, ഒരു 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തുടങ്ങാം. നിന്റെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ടല്ലോ, അതൊന്ന് തന്നാൽ ഞാൻ പണയം വെച്ച് പൈസ ഒപ്പിക്കാം. ബിസിനസ് തുടങ്ങി ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ അത് സ്വർണമെല്ലാം തിരിച്ചെടുത്ത് തരാം. സൽമാൻ അവളുടെ കൈകൾ പിടിച്ച് വിശ്വസിപ്പിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. സൽമാനെ അത്രമാത്രം വിശ്വസിച്ച റസിയ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം അവനെ ഏൽപ്പിച്ചു. എന്നാൽ അത് പണയം വെച്ചിട്ടും 5 ലക്ഷം രൂപ തികയാതെ വന്നു. സൽമാൻ വീണ്ടും മുഖം കറുപ്പിച്ചു. പണം തികയാത്തതിനാൽ ബിസിനസ് മുടങ്ങുമെന്നും അതോടെ തങ്ങളുടെ ഭാവി ഇല്ലാതാകുമെന്നും അവൻ അവളെ ഭയപ്പെടുത്തി. സങ്കടത്തിലായ റസിയ തൻ്റെ നാട്ടിലുള്ള സുഹൃത്തായ നഫീസയെ ഫോണിൽ വിളിച്ച് സങ്കടം പറഞ്ഞു. റസിയയുടെ അവസ്ഥ അറിഞ്ഞ് നഫീസ തൻ്റെ സ്വന്തം ആഭരണങ്ങൾ അവൾക്ക് നൽകാൻ തയ്യാറായി. അങ്ങനെ കൂട്ടുകാരുടെ സ്വർണം കൂടി വാങ്ങിയ റസിയ സൽമാനെ ഏൽപ്പിച്ച് എല്ലാം കൂടി പണയം വെച്ചു 5 ലക്ഷം രൂപ സൽമാൻ കൈക്കലാക്കി. യഥാർത്ഥത്തിൽ സൽമാന് ബിസിനസ് തുടങ്ങാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. റസിയയുടെയും കൂട്ടുകാരുടെയും സ്വർണം തട്ടിയെടുത്ത് ആ പണം കൊണ്ട് സുഖിച്ചു ജീവിക്കുക എന്ന കള്ളത്തരം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. പാവം റസിയ ഇതൊന്നും അറിയാതെ അവൻ പറയുന്നതെല്ലാം വിശ്വസിച്ചു കാത്തിരുന്നു. പണം കയ്യിലായതോടെ സൽമാന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നു. അവൻ ദിവസവും മദ്യപിച്ചു വരാൻ തുടങ്ങി. ബിസിനസിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവൻ റസിയയോട് കയർത്ത് സംസാരിക്കും. നീ എന്നെ ഭരിക്കാൻ വരേണ്ട, പൈസ തന്നെന്ന് കരുതി എൻ്റെ തലയിൽ കയറാൻ നോക്കിയാലുണ്ടല്ലോ, നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, അവൻ ക്രൂരമായി അലറിക്കൊണ്ട് ഒരു ദിവസം അവളോട് പറഞ്ഞു. പതുക്കെ പതുക്കെ അവൻ റസിയയെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. അത്രയും കാലം സ്നേഹം നടിച്ച മനുഷ്യൻ ഒരു മൃഗത്തെ പോലെ പെരുമാറുന്നത് കണ്ട് റസിയ തകർന്നുപോയി. അതുകൊണ്ടും തീർന്നില്ല, അവളുടെ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും അവൻ ദ്രോഹിക്കാൻ തുടങ്ങി. കുട്ടികൾ ഉറക്കെ സംസാരിച്ചാൽ പോലും അവൻ അവരെ അടിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായി മാറി. സൽമാൻ കൊണ്ടുവന്ന പണമെല്ലാം ദൂർത്തടിച്ചു തീർത്തു. വീട്ടിൽ ഒരൊറ്റ തരി അരി പോലുമില്ലാത്ത അവസ്ഥയായി. കുട്ടികൾ വിശന്ന് കരയുമ്പോൾ സൽമാൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടന്നു ഉറങ്ങുകയായിരിക്കും. പട്ടിണിയും സങ്കടവും ക്രൂരമായ മർദ്ദനവും കാരണം ആ വീട് റസിയക്ക് വീണ്ടും ഒരു നരകമായി മാറി. വീട്ടിലെ പട്ടിണി സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ റസിയ എന്തെങ്കിലും ജോലി കണ്ടെത്താൻ തീരുമാനിച്ചു. കുട്ടികൾക്ക് ഒരു നേരം ആഹാരം നൽകാൻ അവൾക്ക് മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തണമായിരുന്നു. അങ്ങനെ അവൾ വീടിനടുത്തുള്ള ഒരു ഫർണിച്ചർ കടയിൽ ചെറിയൊരു ജോലിക്ക് കയറി. അവിടെ ഫർണിച്ചറുകൾ തുടക്കാനും ഓഫീസ് വൃത്തിയാക്കലുമായിരുന്നു അവളുടെ പ്രധാന ജോലി. തുച്ഛമായ ശമ്പളമാണ് ലഭിച്ചതെങ്കിലും മക്കൾക്ക് കഞ്ഞി കൊടുക്കാൻ അത് ഉപകരിച്ചു. കടയുടമസ്ഥൻ അവളോട് പറഞ്ഞു, റസിയ, നിന്റെ സങ്കടം കണ്ടോണ്ടാ ഞാൻ ഈ ജോലി നിനക്ക് തരുന്നതേ. നന്നായിട്ട്
നോക്കി നടത്തിയാൽ മാസാമാസം നിനക്കുള്ള കൂലി ഞാൻ തന്നേക്കാം. റസിയ കൈകൂപ്പി മറുപടി നൽകി. വലിയ പുണ്യുണ്ടാവും മുതലാളി. എൻ്റെ കുട്ടികൾക്ക് ഒരു തുള്ളി കഞ്ഞി കൊടുക്കാൻ ഇതല്ലാതെ എനിക്കിപ്പോൾ വേറെ വഴിയില്ല, അവൾ താഴ്മയോടെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പകൽ മുഴുവൻ കടയിൽ കഠിനമായി അധ്വാനിച്ച ശേഷം അവൾ രാത്രി സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങി. സൽമാന്റെ ഉപദ്രവങ്ങൾ അപ്പോഴും കുറഞ്ഞിരുന്നില്ല. അവൻ കടയിൽ നിന്നും അവൾക്ക് കിട്ടുന്ന പണം പോലും തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പണം തട്ടിയെടുക്കാൻ വരുമ്പോൾ സൽമാൻ പറയും, ഡീ അവിടെ കിടന്ന് പരുങ്ങാതെ ആ കടയിൽ നിന്ന് ഇന്ന് കിട്ടിയ കാശ് ഇങ്ങോട്ട് എടുത്തടി, എനിക്ക് കുറച്ച് കാശ് ആവശ്യമുണ്ട്. ഇത് കേട്ടാൽ റസിയ കരഞ്ഞുകൊണ്ട് പറയും, അല്ലാ ഇതിൻ്റെ മേത്ത് തൊടല്ലേ സൽമാൻക്ക, എൻ്റെ കുട്ടികൾക്ക് നാളത്തേക്ക് അരി വാങ്ങാനുള്ള കാശാണ്, നിങ്ങൾ എങ്ങനെ കുടിച്ച് തീർക്കല്ലേ. കഷ്ടപ്പാടും കണ്ണീരും മാത്രമായി അവളുടെ ജീവിതം മുന്നോട്ട് നീങ്ങി. ഓരോ ദിവസവും അവൾ തള്ളി നീക്കിയത് തൻ്റെ മക്കളുടെ മുഖം മാത്രം നോക്കിയായിരുന്നു. ഒരു ദിവസം രാത്രി കനത്ത മഴ പെയ്യുന്നുണ്ട്. റസിയ ജോലി കഴിഞ്ഞ് വന്ന് മക്കളെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഉണർവ് തോന്നി. തൻ്റെ വശത്ത് കിടന്നിരുന്ന ഭർത്താവ് സൽമാനെ ആ സമയം കാണുന്നില്ല. അവൻ എവിടെ പോയി എന്ന് അവൾ അത്ഭുതത്തോടെ തിരഞ്ഞു. സാധാരണയായി അവൻ മദ്യപിച്ച് കിടന്നാൽ രാവിലെ വരെ എഴുന്നേൽക്കാറേ ഇല്ലായിരുന്നു. റസിയ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൾ ശബ്ദമുണ്ടാക്കാതെ മുറിക്ക് പുറത്തേക്ക് നടന്നു. വീടിൻ്റെ ഹാൾ ഭാഗത്തേക്ക് അവൾ ഒന്ന് കണ്ണോടിച്ചു. ഹാളിൽ ഒരു ചെറിയ വെളിച്ചം മാത്രം കത്തുന്നുണ്ടായിരുന്നു. അവിടെ കണ്ട കാഴ്ച റസിയുടെ നെഞ്ച് തകർത്തു കളഞ്ഞു. അവളുടെ 10 വയസ്സ് മാത്രം പ്രായമുള്ള മൂത്ത മകൾ ഫാത്തിമ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ക്രൂരനായ സൽമാൻ ആ കുഞ്ഞിനെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. ആ കുഞ്ഞ് ഭയം കൊണ്ട് വായ പൊത്തിപ്പിടിച്ച് കരയുന്നു. ആ കാഴ്ച കണ്ടതും റസിയയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുയർന്നു. അത്രയും കാലം അവൾ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും മറന്നു. അവൾക്കവിടെ കലി ബാധിച്ചു. തൻ്റെ മക്കളെ നശിപ്പിക്കാൻ തുനിഞ്ഞവനെ കൊല്ലാനുള്ള ദേഷ്യം അവൾക്കുണ്ടായി. അവൾ ഒട്ടും സമയം കളയാതെ അടുക്കളയിലേക്ക് ഓടി. അവിടെ ഇരുന്ന മൂർച്ചയുള്ള വലിയ പിച്ചാത്തി അവൾ കയ്യിലെടുത്തു. ഒരു സിംഹത്തെ പോലെ അവൾ ഹാളിലേക്ക് പാഞ്ഞു വന്നു. സൽമാൻ എന്ന് അവൾ ഉഗ്ര ശബ്ദത്തിൽ അലറി വിളിച്ചു. റസിയ കണ്ണുരുട്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഡാ ചെറ്റേ, എൻ്റെ മോളുടെ മേത്ത് കൈവെക്കാൻ നിനക്ക് എന്താടാ, എവിടുന്ന് ധൈര്യം വന്നടാ? ഇന്നോടെ നിന്നെ ഞാൻ തീർക്കും. റസിയയുടെ കയ്യിലെ കത്തിയും അവളുടെ കണ്ണുകളിലെ രൗദ്രഭാവം കണ്ട് സൽമാൻ ഭയന്നു വിറച്ചു. അവൾ കത്തി വീശിക്കൊണ്ട് അവൻ്റെ നേർക്കടുത്തു. റസിയ തന്നെ വെട്ടിക്കൊല്ലുമെന്ന് സൽമാൻ മനസ്സിലായി. പേടിച്ച് വിറച്ചുകൊണ്ട് സൽമാൻ വിളിച്ചു പറഞ്ഞു, റസിയ, നീ എന്തായി കാണിക്കുന്നേ? കത്തി താഴെ ഇട്, നിനക്ക് വട്ടായോ പെണ്ണെ? ഭയന്ന് പോയ അവൻ കുട്ടിയെ വിട്ട് വാതിൽ തുറന്ന് പുറത്തേക്കോടി. അർദ്ധരാത്രിയിലെ ആ കനത്ത മഴയിലേക്ക് അവൻ ഓടി മറഞ്ഞു. റസിയ കത്തി താഴെയിട്ട് തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉമ്മാ, നിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് വിങ്ങിപ്പൊട്ടി. ഉമ്മ, സൽമാനിപ്പ എന്നെ എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുമ്മ. എന്നെ തൊട്ട് വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇത് കേട്ടപ്പോൾ റസിയ തൻ്റെ മകളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. പേടിക്കേണ്ട മോളൂ, എൻ്റെ ഉമ്മ ജീവനോടുണ്ടെന്ന്, അതുകൊണ്ട് മോൾക്ക് ഒരാപത്തും വരില്ലാട്ടാ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. തൻ്റെ മക്കളെ സംരക്ഷിക്കാനാണ് താൻ സൽമാനെ വിവാഹം കഴിച്ചത് എന്ന് അവൾ ഓർത്തു. എന്നാൽ കൂടെ കൂട്ടിയ അവൻ തൻ്റെ മക്കളെ നശിപ്പിക്കാൻ നോക്കി എന്നത് അവൾക്ക് സഹിക്കാനായില്ല. സ്വന്തം മക്കളോട് ഇതുപോലെ മൃഗത്തെ പോലെ പെരുമാറുന്ന ഒരു ഭർത്താവ് തനിക്ക് ഇനി വേണ്ടെന്ന് അവൾ ഉറച്ചു തീരുമാനമെടുത്തു. ഒരു പുരുഷൻ്റെയും തണലില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ അവൾ തീരുമാനിച്ചു. സൽമാൻ പിന്നീട് ആ വീട്ടിലേക്ക് തിരികെ വന്നതേയില്ല. അവൻ മറ്റേതോ ഒരു സ്ത്രീയുമായി ഒളിച്ചോടിയതായി പിന്നീട് നാട്ടുകാർ പറഞ്ഞു. അയൽപ്പക്കത്തെ സുമതി ചേച്ചി റസിയനോട് വന്ന് പറഞ്ഞു, കേട്ടോ റസിയ, ആ അലവലാതി അവൻ വേറെ ഏതോ ഒരുത്തിയെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടേ മുങ്ങിയിട്ടുണ്ട്. ഇനി അവൻ ഈ വഴിക്കേ വരൂല. റസിയ ദൃഢതയോടെ മറുപടി നൽകി. വരേണ്ട ചേച്ചി, എൻ്റെ മക്കളെ നോക്കാൻ ഇനി ഈ റസിയ ഒറ്റക്ക് മതി. ആ ചതിയൻ്റെ ഒരു നിഴൽ പോലും ഇനി ഈ പടിവാതിൽക്കൽ വിടരുത്, സുമതി ചേച്ചിയോട് അവൾ മറുപടി പറഞ്ഞു. അവൻ പോയതോടെ റസിയക്ക് വലിയൊരു ആശ്വാസമാണ് ലഭിച്ചത്. അവൾ തൻ്റെ മക്കളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ ശ്രദ്ധ നൽകി. ഫർണിച്ചർ കടയിലെ ജോലി അവൾ തുടർന്നു.
കടയുടമസ്ഥൻ അവളുടെ കഷ്ടപ്പാടുകൾ കണ്ട് ശമ്പളം വർദ്ധിപ്പിച്ചു നൽകി. റസിയ പതുക്കെ പതുക്കെ പണം സമ്പാദിക്കാൻ തുടങ്ങി. അവൾ തൻ്റെ കൂട്ടുകാരിയുടെ സ്വർണം പണയത്തിൽ നിന്നും തിരിച്ചെടുത്തു കൊടുത്തു. കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ അവൾ ഒട്ടും വീഴ്ച വരുത്തിയില്ല. 2 പെൺമക്കളെയും അവൾ നന്നായി പഠിപ്പിച്ചു. സൽമാന്റെ വഞ്ചന അവളെ കൂടുതൽ കരുത്തുള്ളവളാക്കി മാറ്റിയിരുന്നു. അവൾ ഇനി ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഉറച്ചു തീരുമാനിച്ചു. നാട്ടുകാരുടെ പരിഹാസങ്ങളെയും ചോദ്യങ്ങളെയും അവൾ അവഗണിച്ചു. മക്കളുടെ പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ ഏക ലക്ഷ്യം. ഫാത്തിമയും ആയിഷയും സ്കൂളിൽ മിടുക്കികളായി പഠിച്ചു വളർന്നു. റസിയ തൻ്റെ പഴയ ടൈപ്പിംഗ് കഴിവുകൾ വീണ്ടും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവൾ ഒരു ചെറിയ ലോണെടുത്ത് സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ വാങ്ങി. രാത്രി കാലങ്ങളിൽ വീട്ടിലിരുന്ന് അവൾ ഓൺലൈൻ ടൈപ്പിംഗ് ജോലി ചെയ്തു. അതിലൂടെ അവൾക്ക് അധിക വരുമാനം ലഭിച്ചു തുടങ്ങി. അവളുടെ കഠിനാധ്വാനം ഒടുവിൽ ഫലം കണ്ടു തുടങ്ങി. പട്ടിണിയും കഷ്ടപ്പാടും ആ വീട്ടിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോയി. അങ്ങനെ റസിയ തൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു ചെറിയ വീട് വാങ്ങുകയും സൽമാനായി നൽകിയിട്ടുള്ള ഒരുപാട് കടങ്ങളെല്ലാം വീട്ടുകയും തൻ്റെ മക്കൾക്ക് അവൾ തന്നെ ഉപ്പയും ഉമ്മയുമായി ജീവിച്ചു. ഒരു പുരുഷന്റെ സഹായമില്ലാതെ എന്നും സ്ത്രീക്ക് ജീവിക്കാമെന്ന് അവൾ തെളിയിച്ചു കൊടുത്തു. തൻ്റെ പെൺമക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. അവരെ വലിയ നിലയിലേക്ക് എത്തിച്ചു. പ്രതിസന്ധികളിൽ തളരാതെ പോരാടിയ ഒരു സ്ത്രീയുടെ പ്രതീകമായി റസിയ മാറി. സൽമാനെ പോലെയുള്ള ചതിയന്മാർക്ക് അവളുടെ ജീവിതം ഒരു മറുപടിയായിരുന്നു. ഒരു ദിവസം റസിയ തൻ്റെ മക്കളോട് സ്നേഹത്തോടെ പറഞ്ഞു, മക്കളെ, ജീവിതത്തിൽ ആര് മുന്നിൽ വന്ന് മധുര വർത്തമാനം പറഞ്ഞാലും ഒരു കാലത്തും പെട്ടെന്ന് വീണു പോകരുത്. കണ്ണ് തുറന്നു തന്നെ വേണം ജീവിക്കാൻ. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്ത് നേടണമെന്ന് അവൾ അവരെ പഠിപ്പിച്ചു. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥകളിൽ ആരെങ്കിലും വന്ന് മധുരമായി സംസാരിച്ചാൽ അവരുടെ വാക്കുകളിൽ പെട്ടെന്ന് വീണു പോകരുത്. മനുഷ്യരുടെ പുറമേയുള്ള കപടമുഖങ്ങൾ തിരിച്ചറിയാൻ എപ്പോഴും വിവേകവും ജാഗ്രതയും അത്യാവശ്യമാണ്. പ്രതിസന്ധികളിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ വിദ്യാഭ്യാസം കൊണ്ട് നേടിയ കഴിവുകൾ സഹായമാകുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലുള്ള പുതിയൊരു കഥയുമായി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.